വളരെ ചെറിയ ബജറ്റിൽ തുടങ്ങിയ ചെറിയൊരു ടീ ഷോപ്പ്, നമ്മുടെ സ്വന്തം ചിറ്റപ്പൻ്റെ സ്വന്തം ടീ ഷോപ്പ്. കടയ്ക്കാവൂരിൽ നിന്നും ചിറയൻകീഴിലേക്ക് പോകുമ്പോൾ തെക്കുംഭാഗം ജംഗ്ഷനിൽ ഇടതുഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ്. ഇതാണ് നമ്മുടെ ചിറ്റപ്പൻ. ഇപ്പോഴല്ലേ കൊളുത്തണോ? 11:30 ആമാരാ ചായ കുടിക്കാനായി ചിറ്റപ്പൻ്റെ അടുത്തൊരു സുഹൃത്ത് തന്നെയുണ്ട്. ഹായ് രോഹിത്. ആകാശം മാമനും അമ്മാമ്മയും വന്നിട്ടുണ്ട്. മാമന്മാരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കണ്ണനും ആദുട്ടനും വൈകിയും കയറി വരുന്നതാണ് അമ്മ. ഇത് കുഞ്ഞമ്മ. കുഞ്ഞമ്മയുടെ ഇളയ മകനാണ് കണ്ണൻ. 3 ആൺപിള്ളേരിൽ ഏറ്റവും ഇളയവൻ. അതുട്ടനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി കൊഞ്ചിച്ച് തള്ളുക. ചെറുക്കന് കോള് തന്നെ. എല്ലാവരുടെയും കയ്യിൽ മാറി മാറി പോയി അവൻ അങ്ങ് അറുമാദിക്കുക. അങ്ങനെ ഷോപ്പിൻ്റെ ഉദ്ഘാടന വേളയായി. ചിറ്റപ്പൻ നാട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാനുള്ള ശ്രമത്തിലാണ്. കൂടെ നിൽക്കുന്നത് മകൻ ഉണ്ണി. അങ്ങനെ ഉദ്ഘാടനം വിജയകരമായി. വലതുകാല് വെച്ച് ചിറ്റപ്പനകത്തോട്ട് കയറി. ശ്രീകുട്ടനും ഉണ്ണിയാണ് നിൽക്കുന്നത്. കുഞ്ഞമ്മ. ഇങ്ങനെ പുതിയ പ്രതീക്ഷകൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ചിറ്റപ്പൻ ഇവിടെ തുടങ്ങുകയാണ്. അങ്ങനെ ആ മംഗളകർമ്മം കഴിഞ്ഞു. ഫസ്റ്റ് പർച്ചേസിങ്ങിനായിട്ട് ഒരു ചേച്ചി എത്തിയിട്ടുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു കർമ്മവും കഴിഞ്ഞു. ശ്രീകുട്ട വാ. എല്ലാരും വരി. മാമ കേറി വരി. പാട്ട് വയ്ക്കാറുണ്ട്. ചായ സൽക്കാരം തുടങ്ങുകയാണ്. കൂടെ നിൽക്കുന്നവർക്ക് ചായയും ഉഴുന്നുവടയും ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു തുടക്കം നല്ല രീതിയിൽ കഴിഞ്ഞു. എല്ലാവരുമൊക്കെ ചെറിയ ചെറിയ പർച്ചേസുകളൊക്കെ നടത്തി ആ ഒരു നല്ലൊരു സുദിനം തുടങ്ങിക്കഴിഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ സുഹൃത്തുക്കൾക്ക് അവൻ തന്നെ നേരിട്ട് വട കൊണ്ടെത്തിക്കുകയാണ്. അവനെ കൊണ്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി
സന്തോഷകരമായ നിമിഷങ്ങൾ കടന്നു പോകുന്നു. കുഞ്ഞമ്മയും ചിറ്റപ്പനും നല്ലോണം വൈകിയാണ് എത്തിയതെങ്കിലും ഒരു സന്തോഷ നിമിഷം എല്ലാവരും ഒരുമിച്ചിരുന്നുള്ള ഒരു ഭക്ഷണം കഴിപ്പ് മാമന്മാരെല്ലാവരും ഉണ്ട്. മാളു, അമ്മാമ്മ, ചിറ്റപ്പൻ, അതുപോലെ രോഹിത്, ദീപ, മകൻ എല്ലാവരും ആ ഒരു സന്തോഷ ദിനം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതിലൂടെ അങ്ങനെ ഒരു രസകരമായ നിമിഷങ്ങളാണ് കടന്നു കൊണ്ടിരിക്കുന്നത്. എന്തായാലും ചിറ്റപ്പൻ്റെ ഒരു സ്വന്തമായ ഒരു ബിസിനസ് എന്നൊരു ആശയം ഇവിടെ പ്രാവർത്തികമായിരിക്കുകയാണ്. നല്ലൊരു തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു.